ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ജനപ്രിയ ബജറ്റാണ്. വലിയ പ്രഖ്യാപനങ്ങൾ ഇതിലില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടും ഭാവി കേരളം എങ്ങനെയാവണം എന്നത് സംബന്ധിച്ച റോഡ് മാപ്പും പങ്കുവെക്കുന്നതാണ് ഈ ബജറ്റ്. ക്ഷേമവും വികസനവും ഏകദേശം തത്തുല്യമായി ചേർത്ത ഒരു ബജറ്റ്. ബജറ്റിലെ പ്രധാന ഹൈലൈറ്റുകൾ, പ്രത്യേകിച്ച് ബിസിനസ്, സംരംഭകത്വ, സാമ്പത്തിക മേഖലകളെ ഈ ബജറ്റ് എങ്ങനെ സമീപിച്ചിരിക്കുന്നുവെന്ന് നോക്കാം. പുതുയുഗ കേരളം സൃഷ്ടിക്കും എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ വ്യക്തമാക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള പ്രയത്നമാണ് വി.ഡി. സതീശൻ ഈ ബജറ്റിൽ നടത്തിയിരിക്കുന്നത്. കേരളത്തെ ആകെ ഒരു തുറമുഖ നഗരമായി പരിവർത്തനം ചെയ്യാനുള്ള മിഷൻ സമുദ്രയാണ് ബജറ്റിലെ ഏറ്റവും നിർണായക പ്രഖ്യാപനം. 600 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കേരളത്തിൻ്റെ സമുദ്രതീരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു മാരിടൈം സമ്പദ് വ്യവസ്ഥയായി പരിണമിപ്പിക്കാൻ പ്രാഥമികമായി നീക്കിവച്ചിരിക്കുന്നത് 400 കോടി രൂപയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഇതിൽ കേന്ദ്രസ്ഥാനമുണ്ടാകും. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് ഒരു ഭൂഗർഭ റെയിൽപാത കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ നിർമ്മിക്കും. സമുദ്രഗതാഗതത്തിന് അത്യധികം പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായി മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം കേരളത്തിൽ ആരംഭിക്കുമെന്ന് ബജറ്റ് പറയുന്നു. കേരള മാരിടൈം നയം, അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം എന്നിവയും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ദക്ഷിണേഷ്യയിലെ തന്നെ വ്യോമയാന ഹബ്ബായി കേരളത്തെ മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ച ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ വരും. ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബിനായി 200 കോടി രൂപ നീക്കിവെക്കും. നിക്ഷേപം ആകർഷിക്കാനുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഇവയെല്ലാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കൗൺസിലും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. 10,000 MSMEകൾ കേരളത്തിൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കും. ബഹിരാകാശ മേഖലയിൽ മലയാളി സ്റ്റാർട്ടപ്പുകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നുണ്ട്. സ്പേസ്, ഡിഫൻസ് മേഖലയിലെ ഇത്തരം സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ 5 കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഒരു റിസർച്ച് പാർക്കും വി.ഡി. സതീശൻ്റെ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ന്യൂജൻ സംരംഭകർക്കായി 10 കോടി രൂപ ചെലവിൽ ഇൻക്യുബേഷൻ സെൻ്ററും വരും. പരമ്പരാഗത തടി വ്യവസായ കേന്ദ്രമായ പെരുമ്പാവൂർ, ആലുവ, കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു ആഗോള ഫർണിച്ചർ ഹബ്ബ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, കൊച്ചി സ്വർണ്ണാഭരണ ഇടനാഴിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംരംഭങ്ങൾക്ക് ആവശ്യമായ ഭൂമിയുടെ ലഭ്യത കേരളത്തിൽ കാലാകാലങ്ങളായുള്ള ആശങ്കയാണ്. ഒരു സമഗ്ര ലാൻഡ് മാനേജ്മെൻറ്റ് നയം രൂപീകരിക്കുമെന്ന് ബജറ്റിൽ പറയുന്നത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ ഭൂനിയമങ്ങളിലും അഴിച്ചുപണിയുണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ബജറ്റ് എന്താണ് നീക്കിവച്ചിരിക്കുന്നതെന്ന് നോക്കാം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കാൻ കേരള നോളജ് വാലി പദ്ധതിയാണ് 100 കോടി രൂപ ചെലവിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ഒഴിവാക്കാനുള്ള ശ്രമമാണിത്. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്പോർട്സ് സർക്കാരിൻ്റെ മുൻഗണനാ വിഷയങ്ങളിലൊന്നാണ്. ഫുട്ബോളിൽ പ്രതിഭകളെ കണ്ടെത്തി പരിശീലിപ്പിക്കാൻ മലബാർ മേഖലയിൽ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു സ്റ്റേഡിയം വരും. 50 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ആകെ കായിക യുവജന മേഖലയുടെ വികസനത്തെ 175 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. വരുമാനം കുറവാണെങ്കിലും ആരോഗ്യക്ഷേമ പദ്ധതികളിൽ ബജറ്റ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പദ്ധതിക്കായി 10 കോടി രൂപയാണ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. KSRTC ബസ്സുകളിൽ വനിതകളുടെ സൗജന്യ യാത്രയ്ക്കായി 600 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാൻസർ പ്രതിരോധത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപയാണ് മാറ്റിവെക്കുക. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും 2ാമതോരോ മെഡിക്കൽ കോളേജുകളും ആരംഭിക്കും. ഹരിപ്പാടാണ് ആലപ്പുഴയിലെ പുതിയ മെഡിക്കൽ കോളേജ് വരിക. പ്രത്യേക കാർഷിക ബജറ്റ് എന്ന പ്രഖ്യാപനം ഇത്തവണ നടപ്പായിട്ടില്ലെങ്കിലും കാർഷിക മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില 200-ൽ നിന്ന് 250-ലേക്ക് ഉയർത്തി. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 3 വർഷത്തിനകം സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്തുമെന്നും ബജറ്റ് അവകാശപ്പെടുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിഹരിക്കുമെന്നാണ് ബജറ്റ് പറയുന്നത്. ഇതിനായി 192 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ടൂറിസം, പ്രത്യേകിച്ച് മെഡിക്കൽ ടൂറിസം കേരളത്തിൻ്റെ വികസനത്തിനായുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായി വി.ഡി. സതീശൻ സർക്കാരും കാണുന്നുണ്ട്. ആരോഗ്യ ടൂറിസം ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി വരും. മറ്റൊന്ന് ഭക്തി ടൂറിസമാണ്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിൽ വികസിപ്പിക്കുമെന്ന് ബജറ്റ് പറയുന്നു. പൊന്നാനി കേന്ദ്രീകരിച്ച ഒരു സാംസ്കാരിക ബിനാലെ സർക്കാർ പ്ലാൻ ചെയ്യുന്നു.